അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ? നിങ്ങൾ റെഡിയാണോ കാണാൻ? അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കേട്ടോ, എന്നെങ്കിലല്ലേ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പറ്റുമല്ലേ എന്നൊക്കെ അറിയുള്ളൂ. അപ്പം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പം ഞാനിതാക്കണേ ഇന്ന് ഓട്ടടയാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ ഓട്ടട ചുട്ടിട്ട്. അപ്പോൾ അരി ഇട്ടു, പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സിമ്മ വെച്ചിട്ട് ഓണാക്കിയിട്ട് പോകാം. അങ്ങനെ അരഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് വാരുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ അടുപ്പിലും ഉണ്ടായിന് കേട്ടോ വെണ്ണൂറ്. അപ്പോൾ വാരിക്കാണ്ട് ആ അടുപ്പൊക്കെ അങ്ങനെ ഇടലാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇടലില്ല. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ അടുപ്പാകെ തൂർന്നിക്കണേ വെണ്ണൂറുകൊണ്ട്. അപ്പം എന്നാൽ പിന്നെ ഇനി വാരിയിടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വാരിയിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നെ ആ മൂലക്ക് അങ്ങനെ കിടക്കും. അപ്പം കയ്യിലോണ്ട് വാരിയിട്ട് ഭയങ്കര ഒരു ഗതികേട്. അപ്പം ഞാൻ എന്താട്ടി നമ്മൾ കജ്ജോണ്ട് തന്നെ വാരിയിട്ടിക്കണം കേട്ടോ. പണ്ടൊക്കെ ഞാൻ കജ്ജോണ്ട് തന്നെ വാരൽ, പിന്നെ കയ്യിലാക്കിയതാണ് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ കജ്ജിട്ടിങ്ങനെ വാരുമ്പം കയ്യിലെടുത്ത് വാരിക്കൂടെ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തീനി. അപ്പം നമ്മളെ പ്രേക്ഷകർ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് അനുസരിച്ചണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ കയ്യിൽ തന്നെ ഇനി ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഇന്ന് കുറേ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഗതികേട്. അപ്പം നമ്മൾ ഇതാക്കണ കജ്ജോണ്ടം വാരിയതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്നും ധിക്കരിച്ചതൊന്നല്ല കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ ഈ തിജ്ജൊക്കെ കത്തിച്ചെടുത്തുക്കണേ. ഇനി നമ്മളെ ഓട്ടടച്ചട്ടി ആണ് വെച്ചുകൊടുക്കട്ടോ. അപ്പം ചിരട്ടിയും ചകിരിയും ഒക്കെ വെച്ചുകൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ അതോടുകൂടി ചകിരിയും ചിരട്ടിയൊക്കെ വെച്ചോടുകൂടി തിജ്ജാണ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. പേപ്പറുമ്മ ഒന്ന് കത്തിച്ച് നമുക്ക് ഓലക്കൊടിമേട് കത്തിച്ചെടുത്താൽ മതി. അപ്പോൾ അതങ്ങനെയാണ് കത്തിക്കോളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണം. അതൊക്കെ ഞാൻ അവിടെ നിൽക്കട്ടെ. ഇനി അതിങ്ങനെ ഒന്ന് കത്തി വരട്ടെ കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ ചട്ടി ഒന്ന് മോറിയിട്ട് വരാം. എന്നിട്ട് നമ്മളെ ഓട്ടടയൊക്കെ ചുടുമ്പോൾ എന്താണെന്ന് അറിയാം, നല്ലോണം ചട്ടി ചൂടായെങ്കിലേ ഓട്ടട നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നന്നാവില്ല. അപ്പം ഗ്യാസുമ്മ ചുട്ടാൽ വലിയൊരു നന്നാവില്ല എന്നച്ച് തോന്നുന്നു കേട്ടോ. ഞാൻ നാളെ ഒരു ദിവസം ഓട്ടട ചുട്ട് നോക്കി ഗ്യാസുമ്മ. പക്ഷേങ്കിൽ ഈ അടുപ്പത്ത് ചുടുന്ന ഒരു ബൗസ് കിട്ടിയിട്ടില്ല ആ ഗ്യാസുമ്മ ചുട്ടപ്പെട്ടോ. അപ്പം അങ്ങനെ ഞാൻ അരിയൊക്കെ അരച്ച് പാർന്നിക്കണ്. അപ്പം നല്ല കുറുന്നനെയാണ് കേട്ടോ. ഇത്ര കുറുന്നന പാടില്ല കേട്ടോ. ഇത്ര കുറുന്നനായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടട നന്നാവില്ല. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് നല്ലോണം ചൂടായിക്കണം. അപ്പോൾ ഇത്ര ചൂട് വേണ്ട. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളമൊക്കെ പാർന്നിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇനി മിക്സിൻ്റെ ജാറും കൂടി കഴുകിയെടുത്ത് ആ ചൂടുവെള്ളം കൂടി പാരുമ്പോൾ തന്നെ നമ്മളെ ഓട്ടടയിൽ വെള്ളം കൂടും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടട ചുടണ്ടേ എന്നുള്ളത് നമ്മൾ ചീയപ്പാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ പിന്നെ ഓട്ടട ഇപ്പം ഒന്ന് തിന്നാൻ പൂതിയായിക്കണത്. അപ്പോൾ പിന്നെ ഓട്ടട തന്നെയാണ്. അപ്പോൾ ചീയപ്പം ഒന്ന് കുറച്ച് ദിവസമായി ഇപ്പോൾ ചുട്ടിട്ടോ. അത് നമുക്ക് ചുടണം. അപ്പോൾ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലാക്കി കൊടുത്തിട്ട് നമുക്ക് ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ച് കൊടുത്താൽ നല്ല രസം. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ചായപ്പൊടി പഞ്ചാരയും ഒപ്പമല്ല ഇട്ടിക്കണം കേട്ടോ. ചായപ്പൊടി ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇന്ന് ഞാൻ പഞ്ചാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചാര പാത്രത്തിൽ പഞ്ചസാര കഴിഞ്ഞിന്. പിന്നെ ഞാൻ സ്റ്റോർ റൂമിലൊക്കെ പോയിട്ട് ഇപ്പോൾ എടുത്തുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ് ആണ്ട് ഓഫാക്കിയിട്ട് നമ്മളെ ചായൻ്റെ വെള്ളത്തിൻ്റെ പിന്നെ ഞാൻ മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുത്തിക്കണ്. നമുക്ക് കുറച്ച് കുടിച്ചാല ചായയും കൂടി ഞാനാണ്ട് എടുത്ത് വെച്ചിക്കണം കേട്ടോ. അതിങ്ങനെ ഓട്ടട ചൂടുമ്പോൾ നമുക്ക് ചായ അങ്ങനെ കുടിച്ചും ചെയ്യാം. അപ്പോൾ ഞാനിതാ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിക്കണേ. ഇനി നമ്മളെ ഓട്ടടക്കില്ലത് നമുക്കത് പാർന്നെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഞാൻ തുള്ളി വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുത്തിക്കണം കേട്ടോ നമ്മളെ ഓട്ടട ചൂടാൻ്റെ മാവക്ക്. പിന്നെ ഉള്ളി കൂട്ടാനാണ് ഇട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ ഓട്ടടയും ഉള്ളി കൂട്ടാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ കുറേ ഒന്നും എടുത്തിട്ടില്ല.
കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ എടുത്തുക്കുന്നത്. അങ്ങനെ ഞാനിതാക്കണം ഓട്ടട പാർന്നിക്കണം കേട്ടോ, ഒരു കയ്യിലും പിന്നെ കുറച്ചും പാർന്നെടുക്കും. അപ്പം അങ്ങനെ ഇതാക്കണേ, നമ്മൾ ഒരു ഓട്ടട നമ്മൾ പാർന്നിക്കണം. ഇനി അത് റെഡിയായി വരട്ടെ. പിന്നെ ഉള്ളിയൊക്കെ തോലൊളിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഓട്ടട ചുടലും നമ്മൾ ഉള്ളി തോലൊളിച്ചലും ഒപ്പം അങ്ങോട്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇതാക്കണേ, ഞാൻ നമ്മളെ ഉള്ളിയൊക്കെ തോലൊളിച്ച് അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഓട്ടട കണ്ടില്ലേ, സൂപ്പറായി വന്നിക്കണില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കിനി അതൊന്ന് വാങ്ങിയെടുത്തിട്ട് മറ്റതും ഒക്കെ അതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളി ആയിക്കണേ. ഇനി നമുക്ക് ഈ ഓട്ടട ചുട്ട് കഴിഞ്ഞിട്ടും വേണം നമുക്ക് ആ അടുപ്പത്ത് തന്നെ നമുക്ക് ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാം. പിന്നെ 2 മുട്ട പുഴുങ്ങിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട കേകിക്കാണ്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയലുണ്ട്, മുട്ട പുഴുങ്ങുമ്പം കേൾക്കണം എന്നുള്ളത്. കുക്കറിൻ്റെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരൊറ്റ വിസിലടിച്ചാൽ നമുക്ക് വേഗം മുട്ട വെന്തെടുക്കും കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ഓട്ടടയാണ് ഈ പാർന്നത് കേട്ടോ. പിന്നെ 2 പാരാനില്ല, എന്നാൽ ഒന്നിനെ ടെല്ലേനും പറഞ്ഞത്. അപ്പോൾ എന്നാൽ എന്താട്ടി ഒക്കെപ്പാടെ പാർന്നിട്ടിട്ട് ഒരു വലിയൊരു ഓട്ടടയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ഓട്ടടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. ഒന്നും നന്നാകാത്തതൊന്നുമില്ല. പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിങ്ങനെ തിരിച്ചൊക്കെ കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മളെ വല്ലുള്ളി ഇട്ട് കണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഉള്ളി കൂട്ടാനാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കടലയൊക്കെ തന്നെ വെക്കണത്. അപ്പോൾ പിന്നെ ഇന്ന് കടലച്ചാറ് മാണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടടയ്ക്ക് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മീൻചാറാണ് ഓട്ടടയ്ക്ക്, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ചെറുപയറുണ്ടാക്കിയാൽ മക്കൾക്ക് മാണ്ടി വരില്ല. അപ്പോൾ കണ്ടില്ലേ, മുട്ടയൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിക്കണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ കേകിക്കാണ്ട് ഇടണം എന്നില്ല. ഇപ്പോൾ ഈ മുട്ട പൊട്ടിയില്ലേ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് മുട്ട അങ്ങനെ കേകിക്കാണ്ടൊക്കെ നമ്മൾ പുഴുങ്ങണം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളിതാക്കണേ, മുട്ടയൊക്കെ നടുക്ക് കീറി ഉള്ളിയൊക്കെ നമ്മളെ ഉള്ളി കൂട്ടാണ്ടല്ലോ അത് ആ മുട്ടൻ്റെ മേലൊക്കെ ഇങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. ഇഞ്ഞിട്ട് നമുക്ക് എന്താട്ടാ ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചണം. ആ ഉള്ളി കൂട്ടാൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ മുട്ടമ്മലൊന്ന് പൊടിച്ചണം, അപ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എല്ലതുമായി ഞാൻ വാങ്ങി വെച്ചിക്കണേ. ഈ ചോറ്റിൻ്റെ വെള്ളം തീമിട്ടിക്കണം കേട്ടോ. ഇനി വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ. പിന്നെ മക്കൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓലിക്ക് തീർപ്പതില്ല കടിയൊക്കെയാണ് വെച്ചെങ്കിൽ ഓതി വന്നിക്കാണ്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മുട്ട റോസ്റ്റും അതേ പറഞ്ഞ മാതിരി ഉള്ളിക്കൂട്ടാൻ മുട്ട പുഴുങ്ങിയതും ഉള്ളിക്കൂട്ടാനൊക്കെ ആയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മുട്ട പുഴുങ്ങിയിട്ടാലും മുട്ട റോസ്റ്റല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര തീർപ്പതിയാണ്. അപ്പോൾ നമ്മൾ ചായ അടിച്ചാൽ വിളിച്ചൊന്നും വേണ്ട കേട്ടോ. പിന്നെ മിന്നുട്ടിക്ക് ഓട്ടട വലിയ തീർപ്പതിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓക്ക് അപ്പം ചൂടാൻ മറന്നു, അല്ലെങ്കിൽ ഞാൻ അപ്പം ചൂടലുണ്ടായിനി, അത് മറന്നതാണെന്ന്. അപ്പോൾ സനുവിന് ചായ കൊടുത്തു, മിന്നുട്ടിക്കും കൊടുത്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ ടാങ്കിൽ വെള്ളമില്ല, അപ്പോൾ പിന്നെ മോട്ടറൊക്കെ നട്ട്. അപ്പോൾ ഇതാക്കണേ, മിന്നുട്ടിക്ക് കൊടുത്ത ഓട്ടടയാണ്. അതിൻ്റെ ഉള്ളത്തൊക്കെ മാത്രം തിന്നുകാണ്ട് ബാക്കി അവിടെ ഇട്ടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഒറ്റ ഓട്ടട മാതിരി ഉണ്ട്. അപ്പോൾ ഞാൻ കളയാനാവില്ല വിചാരിച്ചിട്ട് അത് ഞാൻ എടുത്തു. പിന്നെ ഒരു ഓട്ടടയും കൂടി എടുത്തു കേട്ടോ. ഇഞ്ഞിട്ട് നമ്മൾ ചായ അടിച്ചാൽ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉള്ളി കൂട്ടാവോളി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ട മാത്രമാണ് 37 തിന്നിക്കുന്നത്. അപ്പോൾ ഞാൻ ഓക്ക് അപ്പം ചൂടലുണ്ട്, ഇങ്ങനെ ഓട്ടട ചൂടുമ്പോൾ പിന്നെ മറന്നുകാണ്ട് അങ്ങനെ ചുട്ടതാണ്. ചിലപ്പം കുഴപ്പമുണ്ടാവില്ല, രാവിലെ തന്നെ ഇങ്ങനത്തെ ഒക്കെ ഓരോ കൊമ്മലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടട തിന്നുമ്പോൾ അതൊക്കെ ഒന്നിച്ച് തന്നെ കൂട്ടി തിന്നിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളത്തൊന്നും എടുക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചീത്തറിയും, രാവിലെ ഓരോ കൊമ്മലാണെന്നൊക്കെ പറയട്ടോ. അങ്ങനെ കുട്ടികളെ ചായയോടെയും നമ്മളെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ പാത്രം മോറലും അടിച്ചോരലും തുടക്കലും ഒക്കെ അങ്ങനെയായിട്ട്. പിന്നെ സനുവിന് ഉച്ചക്കാണ് പരീക്ഷ, മിന്നുട്ടിക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ സനുവാണ് കേട്ടോ കൊണ്ടുപോയാക്കണത്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയാക്കലുണ്ടേന്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഓൻ തന്നെ കൊണ്ടുപോയാക്കണം കേട്ടോ. അപ്പം അമ്മക്ക് റെസ്റ്റാണ് ഇപ്പോൾ. അങ്ങനെ ഇതാക്കണേ, ഞാൻ കുറച്ച് ജീരുള്ളി ഉണ്ട്, വല്ലുള്ളിയൊക്കെ എടുത്ത് വെച്ചിക്കണേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ ചതക്കാനും വെച്ചിക്കണ്. പിന്നെ കുറച്ച് ജീരുള്ളി വേറെയും ചതച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പം കോഴി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേക്കണം. അപ്പോൾ തന്നെ നമ്മളെല്ലാ പണിയും ഒരുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഏലക്കായും കറാമ്പൂവും പട്ടി ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ആ വല്ലുള്ളി ഉണ്ടല്ലോ അതും കരിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് നമ്മളെ ഇതുണ്ടല്ലോ മല്ലിച്ചപ്പിൻ്റെ ഇല അതും പാടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഇതൊക്കെ പാടെ കൂടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം റേഷൻ പീടികത്തെ അരി വെച്ചിട്ട് നമ്മൾ പല ചേർക്കുമല്ല ചോറ് വെക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇനി
നെയ്ച്ചോറരിയോ മന്തിൻ്റെ അരിയൊക്കെ വെച്ചാലും ഇത്ര രസം തോന്നിയിട്ടില്ല വെച്ചിട്ടോ. ഇതാകുമ്പോൾ നല്ലൊരു ഇങ്ങനത്തെ ചോറൊക്കെ വെക്കുമ്പോൾ റേഷൻ പീടികത്തെ അരിയിട്ട് വെക്കുമ്പോഴാണ് കുറച്ചും കൂടി രസം തോന്നിയിരിക്കുന്നത്. ബിരിയാണി അരിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പിരിപിരുന്നേനെ ഇരിക്കാറ് കേട്ടോ. ഒരു കുറി നമ്മളങ്ങനെ വെച്ച് നോക്കിന്, അപ്പോൾ വലിയ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ടെടുത്ത് കുറച്ച് വെള്ളമൊക്കെ പാർന്നെടുത്ത് ഞാനൊന്ന് കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണം കേട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ. ഞാൻ പോയി ചോറ്റിനുള്ള വെള്ളം തീമിട്ടിക്കണല്ലോ, നല്ലോണം ഒന്ന് തിരിച്ചൊക്കെ കത്തിച്ചിക്കണം. ഇനി നമുക്ക് അതിക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ പിന്നെ അരി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ തിളപ്പിച്ച് പറ്റൂല, അതേപോലെ തന്നെയാണ് കേട്ടോ കാട്ടണത്. അതിലിട്ട് വേവിച്ചല്ല, അതിലിട്ട് വേവിച്ചാൽ ഒരു കട്ടൊടിച്ച് കൊണ്ടേക്കാരം. ഇങ്ങനെ ആയാൽ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാക്കണേ ഇട്ടു. പിന്നെ 2 നെയ്ച്ചോറ്റിൻ്റെ ഓല പൊട്ടിച്ചിട്ടു. ഇത് കൂടി ഇട്ടാൽ നമ്മളെ നെയ്ച്ചോറിൻ്റെ ഒരു മണമാണ് കേട്ടോ. നെയ്ച്ചോറൊക്കെ ആണെങ്കിലും ബിരിയാണിയൊക്കെ ആണെങ്കിലൊക്കെ നല്ല രസമാണ്. പിന്നെ ഞാൻ കുറച്ച് തോന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തുക്കണേ. അപ്പോൾ അത് കുറച്ച് ഇനി നമുക്ക് കോഴി ഉണ്ടല്ലോ, കോഴിയൊക്കെ എടുക്കുമ്പോൾ അതിക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെ ഉള്ളിക്കൂട്ട ഉണ്ടാക്കിയ ചട്ടി തന്നെയാണ് കേട്ടോ. ഞാൻ മോറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ അതിൽ കുറച്ച് എണ്ണൻ്റെതും കുറച്ച് ഉള്ളിൻ്റെതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി കളയേണ്ട എഴുതിയിട്ട് ഞാൻ എന്താട്ടി കോഴി കറിയൊക്കെ നല്ലത് മസാല കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. കോഴി ഇപ്പോഴും പീടിയിലാണ് കേട്ടോ, നമ്മൾ പെരയിലെത്തിയിട്ടില്ല. കോഴി കിട്ടുമല്ലേ എന്നൊന്നും ഇപ്പം നമുക്കറിയില്ല. പിന്നെ ഒക്കെ പണിയൊരുക്കി വെക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ലാച്ചെങ്കിൽ നമുക്കിങ്ങനെ ഉള്ളി കൂട്ടാനാക്കാമെന്നുള്ളൊക്കെ രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ കുറച്ച് ഞാൻ പിടിച്ച് വെച്ചിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അതിങ്ങനെ ചതക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ചതക്കുമ്പോൾ ഒന്നിച്ചാണ് ചതച്ചേക്കും. എന്നിട്ട് ആവശ്യമില്ല അങ്ങനെ എടുക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ ജീരുള്ളി ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ പാടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് തക്കാളി അരച്ചതും പാടെ പാർന്നിക്കണം കേട്ടോ. അപ്പോൾ ആ ചോറ് ഉണ്ടാക്കണേക്കും ഞാൻ തക്കാളി അരച്ച് പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. വർത്തമാനത്തിൻ്റെ ഇടയിൽ പറയാൻ മറന്നതാണ്. പിന്നെ അതും കൂടിയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകവും ഒക്കെ പാടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു തുള്ളി വെള്ളം കൂടിയൊക്കെ പാർന്ന് കൊടുത്തിട്ട് നമ്മളെ കോഴിയൊക്കെ നല്ലത് സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ കോഴി കൊണ്ടുവന്നിട്ട് നമുക്ക് കഴുകിക്കാണ്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് വെന്തിക്കണോ ഒന്നും കൂടി നോക്കട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടില്ല, ഒന്നും കൂടിയൊക്കെ ആകാനുണ്ട്. അപ്പോൾ അതാവട്ടെ. നമുക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചോറൊന്ന് വെള്ളം വറ്റില്ലതൊന്ന് മഞ്ഞ വറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ ഇത് തിളച്ചിക്കണം കേട്ടോ. തിളച്ചപ്പോൾ ഞാൻ തിരിച്ചാണ്ട് ഓഫാക്കിക്കണം. പിന്നെ ചോറൊക്കെ വെച്ച് ഊറ്റി ഓട്ടപാത്രത്തേക്ക് ഊറ്റിയിട്ടീനി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ മസാല കൂട്ടി വെച്ച് അങ്ങനെയല്ല അയക്കാണ്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. സ്കൂളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ, അല്ല സ്കൂൾ ഉണ്ട് പക്ഷേങ്കിൽ ഉച്ചക്കല്ലേ. അപ്പോൾ ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അതേമാതിരി വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് ഓൽക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണ്ടിയത്. പിന്നെ കോഴി വാങ്ങുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കൂട്ടോ ഞാൻ. പിന്നെ ഇതാക്കണേ ആ നെയ്ച്ചോറിൻ്റെ ഓല ഉണ്ടല്ലോ, അതും കൂടി ആയിക്ക് ഞാൻ 2 ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി വെള്ളത്തിലിട്ടിട്ടൊരു ചൊയയും ഒന്നും ഇല്ലാച്ചെങ്കിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ അതിന്. അപ്പോൾ ഞാൻ ആ മസാലയൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് അമർത്തി ഒന്ന് വെക്കണുണ്ട്. എന്നിട്ട് നമുക്ക് ആ അടുപ്പത്തേക്ക് തന്നെ ഒന്ന് വെക്കണം കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് ആ ചോറ്റിന് പിടിച്ചണമല്ലോ, അതിന് വേണ്ടി അടുപ്പത്തേക്ക് തന്നെയാണ് കയറ്റിയിരിക്കണത്. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ തിരിച്ചൊക്കെ ഒന്നുകൂടി ഞാൻ ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ കോഴിയൊക്കെ കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാനിനി എന്താട്ടണം, അത് കുറച്ച് നമുക്ക് ഇന്നെടുക്കാം. അപ്പോൾ 2-3 പാത്രം ഞാനവിടെ വെച്ചിരിക്കണം കേട്ടോ. വാങ്ങുമ്പോൾ കുറച്ച് തോന കോഴി വാങ്ങിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3-4 ദിവസത്തിനൊക്കെ ആക്കിയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചങ്ങോട്ട് പാത്രത്തേക്ക് ആക്കി വെക്കണം കേട്ടോ. 3 പാത്രത്തേക്കും അങ്ങനെ ഒരേപോലെ അങ്ങോട്ട് ആക്കി വെക്കണം. എണ്ണീട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. എല്ലാ പാത്രത്തിലും ഒരുപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2-3 പാത്രത്തേക്ക് ആക്കിയിട്ടിങ്ങനെ. അപ്പോൾ ഇങ്ങനെ 2-3 പാത്രത്തിലാക്കിയിട്ടാൽ എന്താണെന്ന് അറിയാം, ഓരോ ദിവസം ഓരോന്ന് എടുത്ത് വെള്ളത്തിലിടാൻ നല്ല സുഖമാണ്. അല്ലെങ്കിൽ ഇതൊന്നിച്ചാണ് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് കട്ടയായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങോട്ട് വേറെടുത്ത് കിട്ടാൻ വല്ലാത്തൊരു പ്രയാസം. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ 3 പാത്രത്തിലാക്കിയിട്ട് ഒരു ദിവസം ഒന്നെടുത്തേണ്ട വെള്ളത്തിൽ കിട്ടാൻ മതിയല്ലോ.
അങ്ങനെ ഇതാക്കണേ 3 പാത്രത്തൊക്കെ ആക്കി വെച്ചിട്ട് ഇനി ചട്ടിയിലില്ല എന്നിപ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാൻ ഓരോ കഷ്ണങ്ങളൊക്കെ ഇതെടുത്തിട്ട് നല്ല കഷ്ണങ്ങളൊക്കെ നോക്കി മാറ്റിക്കിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കാട്ടണുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്ന് പണിയെടുക്കുമ്പോൾ ഒരു മനസ്സിന് തീർപ്പതി ഉണ്ടാവില്ല, ശരിയായിട്ടില്ലേ എന്നൊക്കെ കരുതിക്കാണ്ട്. അങ്ങനെ ഇതാക്കണേ ഞാൻ നമ്മളെ കോഴി കഴുകി ഒട്ടപ്പാത്രത്തിൽ ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ പണിയെടുക്കേണ്ട എന്തായി, നമുക്ക് കോഴിയാണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ എല്ലാതും സെറ്റായിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, കോഴിയൊക്കെ വേകട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുക്കണോ എന്നൊന്നിപ്പോൾ നമുക്ക് അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി നാളെ വരണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടോ ചാറൊക്കെ. അങ്ങനെ അത് അടുപ്പത്തിട്ട് പിന്നെ ഞാൻ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഉള്ളിത്തോലി നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പം വീഡിയോ നിർത്തട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ വരട്ടോ. അസ്സലാമു അലൈക്കും.